ചരിത്രം പരിശോധിച്ചാൽ ഏതെങ്കിലും കാലത്ത് ഫലസ്തീൻ ജനതയ്ക്ക് സ്വന്തമായി രാജ്യമുണ്ടായിട്ടുണ്ടോ? അവർക്ക് സ്വന്തമായി രാജാവ് ഉണ്ടായിട്ടുണ്ടോ? ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തെ ന്യായീകരിക്കാനായി ഇസ്രായേൽ അനുകൂലികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത്. 1950-കൾക്ക് ശേഷമാണ് ഫലസ്തീൻ എന്ന പേര് ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് വരെ പോകുന്നു ഇവരുടെ വാദങ്ങൾ. ഓട്ടോമാൻ തുർക്കുകൾ മിഡിൽ ഈസ്റ്റിലെ പ്രബല ശക്തിയായതിനു ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം വരെ ഫലസ്തീൻ ജനത ഓട്ടോമൻ ഭരണത്തിന് കീഴിലായിരുന്നു. അക്കാലങ്ങളിൽ അവർക്ക് സ്വന്തമായി രാജ്യം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ശരിയാണ്. എന്നാൽ അക്കാലത്ത് പോലും ഫലസ്തീൻ എന്ന വാക്ക് ആ നാടിനെ കുറിക്കാൻ പ്രചാരത്തിലുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പ്രദേശം ബ്രിട്ടീഷുകാർ കീഴടക്കി ഗവൺമെൻറ് രൂപീകരിച്ചപ്പോഴും അവിടുത്തെ രേഖകളിലും നാണയങ്ങളിലും വരെ ഫലസ്തീൻ എന്ന പേര് ഉപയോഗിച്ചിരുന്നു. ഇത്തരം വസ്തുതകൾ നാം ഉന്നയിക്കുമ്പോൾ സയനിസ്റ്റ് അനുകൂലികൾ അടുത്ത നമ്പർ ഇറക്കാൻ തുടങ്ങി. ചരിത്രം തുടങ്ങിയത് 18-ാം നൂറ്റാണ്ടിലല്ലോ, 4000 വർഷം മുമ്പേ അവിടെ ജൂതരാണ് താമസിച്ചിരുന്നതെന്നും BC 10-ാം നൂറ്റാണ്ടിൽ തന്നെ ദാവീദിന്റെ കാലത്ത് ജൂതർക്ക് അവിടെ സ്വന്തമായി രാജ്യമുണ്ടായിരുന്നുവെന്നുമെല്ലാം ഇവർ പറയുന്നത് കാണാം. C. രവിചന്ദ്രനൊക്കെ ഹിന്ദുമതത്തെയും ഇസ്ലാമിനെയും ഒക്കെ വിമർശിച്ച് ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും യഹോവയുടെ സ്വന്തം ജനതയായ ഇസ്രായേലിനെ വിമർശിക്കാൻ മാത്രം നാവ് പൊന്തിച്ചിട്ടില്ല. ഈ പ്രദേശം യഹോവ ജൂതർക്ക് വാഗ്ദത്ത ഭൂമിയായി കൊടുത്തതാണെന്ന ബൈബിൾ വചനങ്ങൾ വരെ ഇവർ പ്രഭാഷണങ്ങളിൽ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ ചരിത്രവും ബൈബിളും എല്ലാം ഉദ്ധരിച്ച് ജൂത അധിനിവേശത്തെ ന്യായീകരിക്കുന്നവർ ഒരിക്കൽ പോലും ജൂതർ വരുന്നതിന് മുമ്പ് കാനാൻ ദേശത്ത് അല്ലെങ്കിൽ ഫിലിസ്തീൻ ദേശത്ത് ആരാണ് താമസിച്ചിരുന്നതെന്ന് നമ്മോട് പറയാറില്ല. അത് ബൈബിളിൽ തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ടെങ്കിലും സൗകര്യപൂർവ്വം മറച്ചു വെക്കും. അത് പറഞ്ഞാൽ എല്ലാ നുണക്കൊട്ടാരങ്ങളും തകർന്നു വീഴുമെന്ന് അവർക്കറിയാം. അതേപോലെ തന്നെ ബൈബിളിൽ പറയുന്ന ഫിലിസ്തീനും ഇന്നത്തെ ഫലസ്തീനികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഫിലിസ്തീർ ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരായി പോയെന്നും പറയുന്നവരുണ്ട്. ജൂതരുടെയും റോമക്കാരുടെയും ആക്രമണത്തെ തുടർന്ന് ഫിലിസ്തീർ ഭൂരിപക്ഷവും അയൽ പ്രദേശങ്ങളായ ജോർദാനിലേക്കും സിറിയയിലേക്കും ഓടിപ്പോയതും അവർ പിന്നീട് മറ്റു ജനതകളുമായി ഇടകലർന്ന് ജീവിച്ചതും വസ്തുതയാണ്. ജൂതരെ പോലെ വംശശുദ്ധി നോക്കേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ. ആദ്യകാലത്ത് ജൂതഗോത്രങ്ങൾ പോലും മറ്റു ഗോത്രങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത് കാണാം. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന ജൂതരെല്ലാം കാനോൻ സ്ത്രീകളുടെയും ഫിലിസ്തീൻ സ്ത്രീകളുടെയും മക്കളാണെന്ന് പറയാം. ഓരോ ജൂതഗോത്രങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അതൊക്കെ വിശദമായി പറയാം. ഇന്നത്തെ വീഡിയോയിൽ ഇസ്രായേലരുടെ പൂർവികനായ അബ്രഹാം ഫിലിസ്തീനയുടെ നാടുകളിൽ അഭയാർത്ഥിയായി ജീവിച്ചതിനെക്കുറിച്ചും അവിടുത്തെ രാജാവായ അബീമലെക്കിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. അബ്രഹാം ഫിലിസ്തീനയുടെ പ്രദേശമായ ഗരാറിൽ പരദേശിയായി പാർക്കുന്ന കാലം അബ്രഹാമിനൊപ്പമുള്ള ഭാര്യ സാറയെക്കുറിച്ച് അബ്രഹാം ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ ഭാര്യ കാണാൻ ഏറെ അഴകുള്ളവളാണ്. അവളെ തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും തന്നെ ഇല്ലാതാക്കുമോ എന്ന് അബ്രഹാം ചിന്തിച്ചു. അങ്ങനെ ഭാര്യ മുഖേന തനിക്ക് ആപത്ത് വരാതിരിക്കാൻ നാട്ടുകാരോടെല്ലാം സാറ തൻ്റെ സഹോദരിയാണെന്ന് പറയാൻ അബ്രഹാം തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ അർദ്ധ സഹോദരി തന്നെയാണ് സാറ. അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് തന്നെയാണ് സാറയുടെയും പിതാവ്. ഗരാറിലെ രാജാവായ അബീമലക്ക് സാറയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേൾക്കുകയും അവളെ സ്വന്തമാക്കുകയും ചെയ്തു. അബീമലക്ക് സാറയെ സ്വന്തമാക്കിയ രാത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ സ്വന്തമാക്കിയ സ്ത്രീ കാരണം നീ മരിക്കാൻ പോകുന്നു. കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ്. ഇത് കേട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു നിരപരാധിയെ അങ്ങ് വധിക്കുമോ? അവർ സഹോദരി സഹോദരന്മാരാണെന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. അത് പ്രകാരമാണ് ഞാനിവളെ വിവാഹം കഴിച്ചത്. കർത്താവ് പറഞ്ഞു, തീർച്ചയായും നീ കുറ്റക്കാരനല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്കെതിരെ പാപം ചെയ്യുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തടഞ്ഞത്. അതുകൊണ്ട് നീ ഇവളെ തിരിച്ചേൽപ്പിക്കുക. അവൻ എൻ്റെ പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ നിനക്ക് ആപത്ത് സംഭവിക്കില്ല. അല്ലാത്ത പക്ഷം നീയും നിന്റെ ആൾക്കാരും കൊല്ലപ്പെടും. രാവിലെ തന്നെ അബ്രഹാമിനെ വിളിച്ചു വരുത്തിയ അബീമലക്ക് സാറയെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്താണ് ഞങ്ങളോട് പ്രവർത്തിച്ചത്? എന്ത് ചെയ്തിട്ടാണ് ഇത്രയും വലിയ തിന്മ എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും മേൽ വരുത്തി വെച്ചത്? ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത്. അബ്രഹാം പറഞ്ഞു, ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി ഇവിടെയുള്ളവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ കരുതി. വാസ്തവത്തിൽ ഇവൾ എൻ്റെ അർദ്ധ സഹോദരി കൂടിയാണ്. പിന്നീട് ഇവൾ എൻ്റെ ഭാര്യയാവുകയും ചെയ്തു. കർത്താവിൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞാൻ ഇവളോട് ഇപ്രകാരം പറഞ്ഞിരുന്നു, നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം നീ എന്നെ സഹോദരനായി പരിചയപ്പെടുത്തണം. അബ്രഹാമിൻ്റെ മറുപടി കേട്ട ശേഷം അദ്ദേഹം അബ്രഹാമിന് ധാരാളം ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു. ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും നിനക്ക് താമസിക്കാമെന്ന് പറയുകയും ചെയ്തു. സാറയുടെ നേരെ തിരിഞ്ഞ് അബീമലക്ക് പറഞ്ഞു, ഇതാ നിന്റെ സഹോദരന് ഞാൻ 1000 വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു. ഇത് നിന്റെ നിഷ്കളങ്കതയുടെ തെളിവാകും. അബ്രഹാം അബീമലക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അബീമലക്കിനെയും കൂടെയുള്ളവരെയും സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. സാറയിൽ അബ്രഹാമിന് ഇസാഖ് എന്ന പുത്രൻ ജനിച്ച ശേഷം ബോർഷബ എന്ന സ്ഥലത്ത് വെച്ച് അബീമലക്കും അവൻ്റെ സൈനാധിപൻ ഫിക്കോളും അബ്രഹാമുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി.
ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിന് പകരമായി നീ എന്നോടും എൻ്റെ സന്തതികളോടും നീ പാർക്കുന്ന ഈ ദേശത്തോടും നല്ല രീതിയിൽ പെരുമാറണം. അങ്ങനെ ഫിലിസ്ത്യരുടെ നാട്ടിൽ അബ്രഹാം വളരെയധികം കാലം താമസിച്ചു. കാനാൻ ദേശത്ത് അബ്രഹാം ഭൂമി വില കൊടുത്ത് വാങ്ങിയതിനെക്കുറിച്ച് സയനിസ്റ്റുകൾ വാചാലമാകാറുള്ളത് കാണാം. സാറ മരണപ്പെടുന്ന സമയത്ത് കബറടക്കാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്ന അബ്രഹാമിൻ്റെ അവസ്ഥയോർത്ത് സഹതാപം തോന്നിയ കാനൂന്യരാണ് അബ്രഹാമിന് സ്ഥലം നൽകുന്നത്. പണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നിർബന്ധപൂർവം അബ്രഹാം പണം നൽകി. പിൽക്കാല ചരിത്രം പരിശോധിച്ചാൽ കാനൂന്യർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ആ ഭൂമി വിൽപ്പനയെന്ന് കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.